തൂവൽ പോലെ. രചന ഹരിത പ്രാണ. അവതരണം അഷിക. മുറിയിലെത്തിയ ആനിക്ക് തല ആകെ പെരിക്കുന്നത് പോലെ തോന്നി. അത്രയും നേരം മനസ്സിലുണ്ടായിരുന്ന ശാന്തതയൊക്കെ എവിടെയോ പോയി മറഞ്ഞതുപോലെ. അന്ന് രാവിലെ മുതലുള്ള ഓരോ കാര്യങ്ങളും അവളുടെ മനസ്സിലേക്ക് വന്നു. അതിലെല്ലാം അവൾ ചെയ്ത തെറ്റെന്തെന്ന് അവൾ ഓർത്തുപോയി. അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. ജനിച്ച അന്നു മുതൽ ഇന്ന് വരെ ആരോടും ഒന്നിനും വാശി പിടിച്ചിട്ടില്ല. അപ്പനും അമ്മയും പറയുന്നത് അനുസരിച്ചല്ലാതെ ജീവിച്ചിട്ടില്ല. ആദ്യം വന്ന ആലോചന പോലും ഇച്ചായിയുടെ നിർബന്ധമായിരുന്നു. പക്ഷെ ഇപ്പോ കുറ്റം മുഴുവൻ അവൾക്കും. മനസ്സ് തുറന്നു ഒന്ന് പൊട്ടിക്കരയാൻ പോലും അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. എന്തോ ഒരു ബുദ്ധിമുട്ട്, നെഞ്ചൊക്കെ വല്ലാതെ പിടയുന്നത് പോലെ. പെട്ടെന്ന് ആഞ്ഞ് കഥയിൽ ആരോ തട്ടുന്ന ശബ്ദം കേട്ട് ആനി ഞെട്ടി ഉണർന്നു. ബെഡിൽ കിടന്ന് മയങ്ങിപ്പോയിരുന്നു. ഇല്ല, മയങ്ങിയില്ല, എന്തോ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും കഥവിൽ മുട്ടുകേട്ടതും മുഖം കൈകൊണ്ടൊന്ന് അമർത്തി തുറച്ച് അവൾ എഴുന്നേറ്റ് കഥവ് തുറന്നു. മുന്നിൽ ആദ്യ പിടിച്ച് നിൽപ്പുണ്ട് ആന്റണിയും അമ്മയും. അവൾ മമ്മയെ നോക്കാനേ പോയില്ല. എന്തായി ചായി, നീ ഇതിനകത്ത് കഥ കടിച്ച് എന്തോ എടുക്കുവാ? ദാ ഇളയപ്പനൊക്കെ പോയി, സോജനൊക്കെ ഇറങ്ങാൻ നിൽക്കുവാ, അങ്ങോട്ട് വാ. സൂസൻ അവളെ നോക്കി പറഞ്ഞത്. ആനി അത് കേൾക്കാത്ത പോലെ ആന്റണിയെ നോക്കി. ആനിയുടെ മമ്മിയുടെ അനിയനാണ് സോജൻ. എനിക്കൊന്ന് ഉറങ്ങണം ഇച്ചായി, എനിക്ക് വയ്യ, പ്ലീസ്, ഞാൻ കിടക്കാൻ പോവാ. അപ്പൊ അവർക്ക് നിന്നെ കാണണ്ടേ? മമ്മ പ്ലീസ്, അവൾ പറഞ്ഞല്ലോ അവൾക്ക് വയ്യെന്ന്, അവൾ റെസ്റ്റ് എടുക്കട്ടെ മമ്മ, മമ്മ ചെല്ലേ. ആന്റണി പറഞ്ഞത്. വേറെ നിവർത്തിയില്ലാതെ ആനിയെ ഒന്ന് കടുപ്പിച്ചു നോക്കിക്കൊണ്ട് അവർ താഴേക്ക് പോയി. മോളെ, ക്ഷീണത്തോടെ നിൽക്കുന്നവളെ ആന്റണി ദയനീയമായി വിളിച്ചു. പ്ലീസ് ഇച്ചായി, എനിക്കൊന്നും ഉറങ്ങണം. അവനോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുപോലെ അവൾ റൂമിലേക്ക് കയറി വാതിലടച്ചു. അങ്ങനെയൊരു നീക്കം ആന്റണി പ്രതീക്ഷിച്ചിരുന്നില്ല. ഇന്നത്തെ അവളുടെ അവസ്ഥ കൊണ്ടാണെന്നോർത്തത്. അതിന് കാരണക്കാരനായത് താനാണെന്നുള്ള കുറ്റബോധം അവനെ വല്ലാതെ നോവിച്ചു. തിരിഞ്ഞു മുറിയിലേക്ക് നടക്കുമ്പോൾ അവൻ ഫോണിൽ ഫെലിക്സ് എന്ന നമ്പറിലേക്ക് കോൾ ചെയ്തു. ആനിയും വീട്ടുകാരും പോയി കഴിഞ്ഞു. താഴെ സംസാരത്തിന് നിൽക്കാതെ റൂമിലേക്ക് കയറി വന്നതാണ്. വന്നപാടെ ഒന്ന് കിടന്നതും അവനൊന്ന് മയങ്ങിപ്പോയി. നിർത്താതെയുള്ള ഫോൺ ശബ്ദം കേട്ടാണ് ഫെലിക്സ് കണ്ണു തുറന്നത്. വീണ്ടും അത് മൈൻഡാക്കാതെ കിടന്നുറങ്ങാൻ തുടങ്ങിയതും പിന്നെയും ശബ്ദം കേട്ട ചടപ്പോടെ കൈയെത്തിച്ച് ഫോൺ എടുത്തു. ഹലോ, ആരായത്? ഫെലിക്സ്, ഞാൻ ആന്റണി. ആ, അളിയനോ? നിങ്ങൾക്കിപ്പോ പോയതല്ലേ ഉള്ളൂ, എന്താ അളിയാ? എടാ, അത് നമുക്ക് ഇത് വേണ്ടെന്ന് വെച്ചാലോ? എന്ത്? സംശയത്തോടെ അവന്റെ നെറ്റി ചൊറിഞ്ഞു. അത് ഈ കല്യാണം. ഫെലിക്സിന്റെ കണ്ണൊന്നു മിഴിഞ്ഞു. എന്നതാടാ നീ പറയുന്നേ? അവള് അവള് പറഞ്ഞോ വേണ്ടാന്ന്? അവന്റെ ശബ്ദം നേർത്തുപോയി. അല്ല, അവളല്ല, അവള് പറഞ്ഞിട്ടില്ല. സമ്മതമാണെന്നും അവള് പറഞ്ഞില്ലല്ലോടാ. ആന്റണി, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. നീ അവളുടെ കയ്യിൽ ഫോൺ കൊടുത്തേ, ഞാൻ സംസാരിക്കാം കൊച്ചിനോട്. വേണ്ട, അവളെ എല്ലാരുടെ വേണ്ടടാ. ആദ്യം തൊട്ടേ അപ്പന്റെ ഇഷ്ടത്തിന് അവൾ വളർന്നേ. പഠിച്ചതുപോലും അപ്പം പറഞ്ഞതാ. അവൾക്കായിട്ട് ഒന്നും അവൾ ചൂസ് ചെയ്തിട്ടില്ല. ഇന്ന് നീയായിട്ട് അവളുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് സന്തോഷം തന്നെയായിരുന്നു. അപ്പനെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയാണെങ്കിലും എല്ലാം നന്നായി നടന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഇപ്പോ അവൾക്ക് ഇതിനൊന്നും സമ്മതമല്ലെന്ന് തോന്നുക. ഇവിടെയുള്ളവരുടെ കുറ്റപ്പെടുത്തലും കൂടി ആയപ്പോൾ അവൾക്കിതിനൊന്നും സമ്മതമല്ലെന്ന് തോന്നുക. ഇവിടെ ഉള്ളവരുടെ കുറ്റപ്പെടുത്തലും കൂടി ആയപ്പോൾ അവൾ ആകെ തകർന്നടാ. നമുക്കിത് നിർത്തിയേക്കാം. അല്ലെങ്കിൽ അവൾ ഒന്നും ഒക്കെ ആയിട്ട് അവൾ തന്നെ പറയുമ്പോൾ നമുക്ക് വീണ്ടും ഇതിനെപ്പറ്റി ആലോചിക്കാം. ദുഃഖത്തോടെ പറഞ്ഞവൻ നിർത്തിയത് അപ്പുറം നിശബ്ദമായിരുന്നു. ഫെലിക്സേ, ഞാനിതിലിപ്പോ എന്നാ പറയാനാ? ഇത്രയും നാൾ അവൾ എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ന് ഞാൻ കണ്ട എൻ്റെ അന്നക്കൊച്ചിന് എന്നെ ഇഷ്ടപ്പെടാൻ കഴിയും. പിന്നെ ഞാൻ അവളെ കെട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെട്ടിയിരിക്കും. അല്ലെങ്കിൽ അവള് തന്നെ പറയണം എന്നെ വേണ്ടെന്ന്. അങ്ങനെയാണേ ഞാൻ പിന്മാറാം. പക്ഷെ പറഞ്ഞല്ലോ, അവള് പറയണം. മറുപടി പറയുന്നതിനു മുന്നേ ഫെലിക്സ് ഫോൺ കട്ട് ചെയ്ത് ബെഡിലേക്ക് ഇട്ടു. അവന്റെ കണ്ണു നിറഞ്ഞിരുന്നു. കട്ടിലിലേക്ക് മലർന്നു കിടന്നു അവൻ ഇന്നത്തെ ഓരോ നിമിഷവും ഓർത്തെടുത്തു. കഥകാരോ തുറക്കുന്ന ശബ്ദം കേട്ട് അവൻ വേഗം കവിഴ്ന്ന് കണ്ണടച്ചു കിടന്നു. ആ, അവൻ ഉറങ്ങിയോ? കമിഴ്ന്ന് കിടന്നുറങ്ങുന്നവനെ നോക്കി സൂരജ് പറഞ്ഞത്. നിവിനും അവനെ ഒന്ന് നോക്കി. പിന്നെ ഇരുവരും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവര് പോയെന്ന് തോന്നിയത് ഫെലിക്സ് കണ്ണു തുറന്നു. എന്നാത്തിനാ കർത്താവ് ഇങ്ങനൊരു പരീക്ഷണം? മുഖമൊന്ന് തലയിൽ അമർത്തി അവൻ കർത്താവിനോട് പരിഭവിച്ചുകൊണ്ടിരുന്നു. രാത്രി ഫുഡ് കഴിക്കാൻ വിളിച്ചപ്പോഴാണ് ആനി പിന്നെ മുറി തുറന്നത്. അവളുടെ കരഞ്ഞു വിങ്ങിയ മുഖം സൂസന്റെ ഉള്ളിൽ ഒരു നോവ് സൃഷ്ടിച്ചെങ്കിലും അതിനപ്പുറം അവൾക്ക് നല്ലൊരു ജീവിതം അവർ നേടിക്കൊടുത്തില്ലേ എന്ന ഹുങ്ക് വന്നതോടെ ആ സങ്കടം മാറിയിരുന്നു. ഡൈനിങ് ടേബിളിന് ചുറ്റും ഇരിക്കുമ്പോൾ
ആനി എന്നത്തെയും പോലെ സൈലന്റ് ആയിരുന്നു. ആന്റണിയുടെ കണ്ണുകൾ അവളിൽ തന്നെയായിരുന്നു. അപ്പോഴും ആരെയോ ബോധിപ്പിക്കാൻ എന്ന പോലെ ഫുഡും കഴിച്ച് എഴുന്നേറ്റ് പോകുന്നവർ അവനൊരു നോവോടെ നോക്കി. ഉച്ച മുതൽ ഉറങ്ങുന്നത് കൊണ്ട് തന്നെ ആനിക്ക് കിടന്നാൽ ഉറക്കം വരില്ലെന്ന് ഉറപ്പായതുകൊണ്ട് ഒരു ബുക്കും എടുത്ത് അവൾ ബാൽക്കണിയിലേക്ക് പോയി. വായിക്കാൻ ബുക്ക് തുറന്നെങ്കിലും മനസ്സ് അവിടെയൊന്നും ഉറച്ചു നിൽക്കുന്നുണ്ടായിരുന്നില്ല. രാവിലെ മുതൽ കൂടെ ഉണ്ടായിരുന്നവനിലായിരുന്നു അവളുടെ ചിന്ത മുഴുവൻ. അവന്റെ കൂടെയായിരുന്നു. ഒരു നിമിഷം പോലും അവൾക്ക് സങ്കടപ്പെടേണ്ടി വന്നില്ല. അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ ആനിയുടെ ചുണ്ടിൽ ചെറുപുഞ്ചിരി വിരിഞ്ഞു. മോളെ! പുറകിൽ നിന്ന് ആന്റണിയുടെ ശബ്ദം കേട്ടതും ചുണ്ടിലെ ചിരിമാഞ്ഞു. അപ്പോഴേക്കും ആന്റണി നടന്നു വന്ന് അവൾക്കിപ്പുറമുള്ള ഒരു ചെയറിൽ വന്നിരുന്നു. അവള് കയ്യിലിരുന്ന ബുക്ക് മടക്കി അവനെ നോക്കി. മോൾക്ക് എന്നോട് ദേഷ്യമാണോ? സങ്കടത്തോടെ അവൻ ചോദിച്ചത് ആനിയുടെ മുഖം വല്ലാതായി. എനിക്കെന്തിനാ ഇച്ചായിയോട് ദേഷ്യം? ഞാൻ കാരണമല്ലേ ഇന്ന് അവൻ അങ്ങനെയൊക്കെ പറയാൻ ഒരവസരം കൊടുത്തത് ഞാനല്ലേ? ഉറപ്പിക്കുന്നതിന് മുന്നേ ഞാൻ ഒരുപാട് തവണ ചോദിച്ചതാ അവന് കല്യാണത്തിന് താല്പര്യമല്ലേ എന്ന്. അന്നേരമാണെന്ന് തന്നെയാ പറഞ്ഞത്. കല്യാണത്തിന് താല്പര്യമുണ്ടെന്ന് പറഞ്ഞത് ജോഷി സാറാണോ അതോ ജോൺ സാറാണോ? അല്പം പരിഹാസം കലർന്നിരുന്നു അവളുടെ ചോദ്യത്തിൽ. അത് ജോൺ. അവനോട് ഞാൻ എല്ലാം പറഞ്ഞത്. പക്ഷെ പക്ഷേ പക്ഷെ അയാൾക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നു അല്ലേ? ഇച്ചായി പോയി കിടന്നു. എനിക്ക് ദേഷ്യമൊന്നുമില്ല. ആ സംസാരം നിർത്താനായി അവൾ പറഞ്ഞത്. അത് മനസ്സിലാക്കിയതുപോലെ ആന്റണി എഴുന്നേറ്റു. മോളെ, ഇനി എന്റെ കുഞ്ഞ് വിഷമിക്കാൻ ഇച്ചായി സമ്മതിക്കില്ല. മോൾക്ക് ഇഷ്ടമുള്ള വിവാഹം കഴിച്ചാൽ മതി. ഇല്ലെങ്കിലും ഈ ഇച്ചായിയുടെ കാലം കഴിയുന്നത് വരെ മോളെ ഞാൻ നോക്കിക്കോളാം. അവൻ പറയുന്നത് എന്താണെന്ന് പോലും അവൾക്ക് മനസ്സിലായില്ല. ഇച്ചായി എന്താ പറഞ്ഞവന്നെ? ഞാൻ ഫെലിക്സിനെ വിളിച്ചിട്ടുണ്ട് മോളെ. ഈ കല്യാണം നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞു. ശക്തമായ എന്തോ നെഞ്ചിൽ വന്നിരിച്ചതുപോലെ തോന്നിയ എനിക്ക്. മോൾക്ക് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. അവനും പെട്ടെന്ന് ചാടിക്കേറി പറഞ്ഞതല്ലേ. ചില സമയം അവനൊക്കെയും കുട്ടിക്കളിയാ. സാരമില്ല, അത് അവിടെ അവസാനിച്ചിട്ടുണ്ട്. മോള് പറഞ്ഞാലേ വിശ്വസിക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അവന്റെ നമ്പർ ഞാൻ മോൾക്ക് അയച്ചിട്ടുണ്ട്. മോള് താല്പര്യമില്ലെന്നൊന്ന് വിളിച്ചു പറഞ്ഞേക്ക്. നീ എപ്പോഴും ഹാപ്പി ആയിരിക്കണം. ഇച്ചായിക്ക് അതേ വേണ്ടു. തറഞ്ഞു നിൽക്കുന്നവളുടെ നെറുകയിലൊന്ന് തലോടി അവൻ അവന്റെ മുറിയിലേക്ക് പോയി. ഇടിമിന്നലേറ്റതുപോലെ ആനി അവിടെ ഇരുന്നു പോയി. കുറച്ചു മണിക്കൂറുകൾക്ക് മുന്നേ കണ്ടവൻ, കൂടെ ഉണ്ടായിരുന്ന അത്രയും നേരം ഒരു കുഞ്ഞിനെ പോലെ പരിചരിച്ചവൻ, കുറുമ്പ് കാണിച്ചു വഴക്കുണ്ടായി ദേഷ്യം പിടിപ്പിച്ചവൻ, ആദ്യമായി ഭയമില്ലാതെ ചേർന്നു നിന്നൊരുവൻ, അവനെ തനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നു എന്നത് ആനിക്ക് സഹിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. മോള് വിളിച്ചു പറഞ്ഞാലേ അവൻ വിശ്വസിക്കൂ. മോളുടെ ഇഷ്ടം എന്താണെന്ന് മോള് തന്നെ പറഞ്ഞേക്ക്. പെട്ടെന്ന് ആന്റണി പറഞ്ഞതോർത്തതും അവൾ വേഗം ചെന്ന് ഫോൺ എടുത്തു നോക്കി. ആന്റണി അയച്ചേക്കുന്ന നമ്പറിലേക്ക് കോൾ ചെയ്യുമ്പോൾ അവളുടെ കൈയും കാലും ഒരേപോലെ വിറച്ചിരുന്നു. ഒരു വട്ടം വിളിച്ചിട്ടെടുക്കാതെ ആയപ്പോൾ അവൾ ഒന്നുകൂടി വിളിച്ചു. അങ്ങനെ വിളിയുടെ എണ്ണം 3 ആയി, 5 ആയി, 10 ആയി. എന്നിട്ടും ഫെലിക്സ് ഫോൺ എടുത്തില്ല. ഒരു പൊട്ടിക്കരച്ചിലോടെ ആന താഴേക്ക് ഊർന്നിരുന്നു. ഇത്രയും നാളും കരഞ്ഞതിലും ഉറക്കെ ചങ്കുപൊട്ടി അവൾ കരഞ്ഞു. കാരണം ആ ഒരുവനെ അവൾ അത്രയും ആഗ്രഹിച്ചിരുന്നു. കുറെ നേരം അവിടെ ഇരുന്ന് കരഞ്ഞതിന് ശേഷം അവൾ എന്തോ ഉറപ്പിച്ച് തീരുമാനിച്ചതുപോലെ അവൾ റൂമിലേക്ക് കയറി വാതിലടച്ചു. ആന്റണി വിളിച്ചതിന് ശേഷം മനസ്സാകെ അസ്വസ്ഥമായതുകൊണ്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഫെലിക്സ്. മനഃപൂർവ്വമാണ് ഫോൺ എടുക്കാതെ വീട്ടിലിട്ടത്. അവൻ തിരികെ എത്തുമ്പോൾ പാതിരാത്രിയായിരുന്നു. അപ്പോഴേക്കും എല്ലാവരും ഉറങ്ങിയിരുന്നു. ഇരുട്ടിൽ കിടക്കുന്ന വീട് നോക്കി അവനൊന്ന് നിശ്വസിച്ചു. താനൊന്നു വരാൻ വൈകിയാൽ പോലും ആരും ചോദിക്കാനില്ല എന്നത് അവനിൽ വല്ലാത്തൊരു നിരാശ നിറച്ചു. റൂമിൽ കയറിയൊന്ന് ഫ്രഷായി ബെഡിലേക്ക് കിടന്നതും അവന്റെ ചിന്തകൾ നിന്നിരുന്നില്ല. ഒടുവിൽ ആന്റണിയെ വിളിച്ച് നാളെ ആനിയെ കാണണമെന്ന് പറയാൻ അവൻ തീരുമാനിച്ചു. കൈയെത്തിച്ച് ടേബിളിന് പുറത്തിരിക്കുന്ന ഫോൺ എടുത്ത് ലോക്ക് മാറ്റിയതും അവന്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. 10ലേറെ മിസ്ഡ് കോൾ, അതും ഒരു നമ്പറിൽ നിന്ന്. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൻ ആ നമ്പറിലേക്ക് തിരികെ വിളിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ ട്രൂ കോളറിൽ ആനി കുര്യൻ എന്ന് പേര് കണ്ടതും അവന്റെ നെഞ്ചൊന്ന് പിടിച്ചു. ആദ്യത്തെ 3-4 റിങ്ങിലും അവൾ കോൾ എടുക്കുന്നില്ലെന്ന് കണ്ടതും ഫെലിക്സിന്റെ ടെൻഷൻ കൂടി. അവൻ വേഗം ആന്റണിയുടെ നമ്പറിലേക്ക് വിളിച്ചു. ഉറങ്ങിത്തുടങ്ങിയതേ ഉള്ളായിരുന്നു ആന്റണി അന്നേരം. ഫെലിക്സിന്റെ കോൾ വന്നതും ഒന്ന് നിശ്വസിച്ച് അവൻ കോൾ എടുത്തു. ഫെലിക്സേ, ഡാ അന്നക്കൊച്ചെന്തേ? അവള് റൂമിലാടാ. എടാ, അവൾ എന്നെ കുറെ വിളിച്ചിരുന്നു. ഞാനൊന്ന് പുറത്തു പോയേക്കുമായിരുന്നു. ഫോൺ കൊണ്ടുപോയില്ല. ഇപ്പൊ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. അത് അവൾ ഉറങ്ങിക്കാണും. മാത്രമല്ല നിന്റെ നമ്പർ അറിയാത്തത് കൊണ്ട് അവൾ എടുക്കാനത്. ഉറക്കപ്പിച്ചിരി പൊട്ടത്തരം പറയുന്നോടാ. എന്റെ നമ്പർ അറിയാതെ എങ്ങനാടാ അവൾ എന്നെ വിളിക്കുന്നേ? നീ ഒന്ന് പോയി നോക്കിയേ കൊച്ചെന്തേന്ന്. എടാ, അവൾ ഉറങ്ങിക്കാണും. അതാ ഞാൻ കുറച്ചു മുന്നേ അവിടെ നിന്ന് വന്നേ. ആ ടൈം അവള് കുറച്ച് ഡെസ്പായിരുന്നു. ഇന്ന് നടന്നതൊക്കെ അങ്ങനെയുള്ളതല്ലല്ലോ, അതുകൊണ്ടാവും. നീ എന്തൊക്കെയാ അവളോട് പറഞ്ഞേ? എന്തോന്നു? നിനക്ക് എന്നാ ഫെലിക്സ് കുന്തം? ഒന്ന് പറഞ്ഞു തൊലക്കടാ. നീ എന്താ അവളോട് വിളമ്പിയെന്ന്? അതിപ്പോ
ഒന്നോർത്തെടുത്ത് വള്ളിപ്പുള്ളി വിടാതെ ഫെലിക്സിനെ പറഞ്ഞു കേൾപ്പിച്ചു. പോപ്പ്, നിന്നോട് ആരാടാ പുല്ലേ പറഞ്ഞേ എനിക്ക് അവളെ ഇഷ്ടമല്ലെന്ന്? പെട്ടെന്ന് തോന്നി കെട്ടാൻ സമ്മതിച്ചാണേലും അവളെ ഇഷ്ടമല്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞോ? എടാ, അതവളൊന്ന് ഓക്കെ ആയിട്ട് മണ്ണാൻ കെട്ട. നീ അവളുടെ റൂമിൽ പോയി നോക്കിക്കേ, കൊച്ചെന്തേലും പൊട്ടബുദ്ധി ചെയ്തോന്ന്. എന്നാ ചെയ്യാൻ? എടാ, നീ എന്നതായി പറയുന്നേ? എന്റെ വായിരിക്കുന്നത് കേൾക്കാൻ നിൽക്കാതെ പോയി കൊച്ചിനെ നോക്കടാ. ഞാൻ എന്തേ വരുവാ. ധൃതിയിൽ ബുള്ളറ്റിന്റെ കീയും എടുത്തു താഴേക്ക് ഇറങ്ങുന്നതിനിടയിൽ അവൻ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കി. അപ്പോഴും ആന്റണിക്ക് ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. കുറച്ചു മുന്നേ വരെ അവളുടെ ഒപ്പം നിന്നിട്ട് പെട്ടെന്ന് അവൾക്ക് ഇതെന്തു പറ്റാൻ ആണെന്നുള്ള ചിന്തയായിരുന്നു അവൻ്റെത്. ആ പൊട്ടന് വട്ടാണ്, അല്ലാതെ എന്തുവാ? എന്നാലും നോക്കിയേക്കാം. ആനിയുടെ മുറിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നതിനിടെ ആന്റണി പേര് കൊടുത്തിരുന്നു. ആദ്യം 1-2 തവണ മുട്ടിയിട്ടു. വാതിൽ തുറക്കാതിരുന്നപ്പോൾ ചെറുതായിട്ടൊരു ഭയം അവനെയും വന്നു മൂടി. ഹാളിലേക്ക് തുറക്കാൻ പറ്റുന്ന അവളുടെ മുറിയിലെ ഒരു പാള് ജനൽ അത്യാവശ്യം ബലത്തിലൊന്ന് പിടിച്ചപ്പോൾ അത് ലോക്കല്ലാത്തത് കൊണ്ട് തുറന്നു വന്നു. ലൈറ്റ് ഓണായി കിടക്കുന്ന റൂമിലെ ബെഡിൽ ആനിയെ കാണാതെ വന്നതും ആന്റണിയുടെ നെഞ്ചൊന്നു കാളി. മോളെ, ആനി, കുഞ്ഞെ, ആനി, ആനി! അല്പം ഉച്ചത്തിൽ അവൻ വിളിച്ചിട്ടു. പ്രതികരണമൊന്നുമില്ലാത്തത് അവനെ കൂടുതൽ ഭയത്തിലാഴ്ത്തി. അവൻ വേഗം ഫോൺ എടുത്ത് ആനിയുടെ നമ്പറിലേക്ക് ഒന്ന് കോൾ ചെയ്തു. ബെഡിന് മുകളിലിരുന്ന് റിംഗ് ചെയ്യുന്ന ഫോൺ കണ്ടതും ആ പ്രതീക്ഷയും കൈവിട്ടു. പിന്നെ എന്തോ ഓർത്തതുപോലെ ഫെലിക്സിനെ വിളിച്ച് മാക്സിമം സ്പീഡിൽ വണ്ടി ഓടിക്കുകയായിരുന്നു അവൻ. അരമണിക്കൂറോളമുണ്ട് ആനിയുടെ വീടിന്റെ അടുത്തേക്ക്. അതിനിടയിൽ ഫോൺ വന്നതും അവനാകുമെന്നോർത്ത് വേഗം വണ്ടി സൈഡാക്കി. ആന്റണിയോ? അവൻ വേഗം ഹെൽമറ്റ് മാറ്റി ഫോൺ എടുത്തു. അളിയ, പറഞ്ഞോ, കണ്ടാ അവളെ? എടാ, അവളിയുടെ ഒന്നും കാണുന്നില്ല. റൂം ലോക്കാണ്. ഫോൺ റൂമിലും ഉണ്ട്. വിളിച്ചിട്ടൊരു റെസ്പോൺസും ഇല്ല. ഞാനെത്തി, ഒരു 10 മിനിറ്റ് പറഞ്ഞുകൊണ്ട് തന്നെ അവൻ ഫോൺ കട്ടാക്കി പോക്കറ്റിലേക്കിട്ടു. വെഹിക്കിൾ ഹെൽമെറ്റും വെച്ച് വണ്ടിയെടുത്തു. അതേസമയം അവൾ എവിടെയെന്ന് ആലോചിച്ച് ആന്റണിയുടെ തല പുകഞ്ഞു. ജനലിനുള്ളിലൂടെ അകത്തേക്ക് നോക്കിയതും തുറന്നു കിടക്കുന്ന ഗ്ലാസ് ഡോർ കൊണ്ട് അവന്റെ കണ്ണൊന്ന് വിളർന്നു. കുരിപ്പ്, അവിടെ ഇരുന്ന് ഉറങ്ങിക്കാണും. ഹോ, മനുഷ്യനെ പേടിപ്പിക്കാൻ. അവനെ വിളിച്ച് പറയാം വരണ്ടെന്ന്. ആന്റണി പിന്നെ ഫെലിക്സിനെ വിളിച്ചെങ്കിലും അവൻ ഫോൺ എടുത്തില്ല. അവൻ എന്തായാലും എത്താറായി കാണുമെന്ന് മനസ്സിലാക്കിയ ആന്റണി താഴേക്ക് ചെന്ന് മെയിൻ ഡോർ തുറന്ന് അവന് വേണ്ടി കാത്തിരുന്നു. 5 മിനിറ്റ് തികയും മുന്നേ ഫെലിക്സിന്റെ ബുള്ളറ്റ് ഗേറ്റിന്റെ വാതിലിലെത്തിയിരുന്നു. ആന്റണി വേഗം ചെന്ന് ഗേറ്റ് തുറന്നു കൊടുത്തതും അവനകത്തേക്ക് വണ്ടി കയറ്റി നിർത്തി. എന്തായടാ? ടെൻഷൻ ആകണ്ട, അവള് ബാൽക്കണിയിലുണ്ട്. ഞാൻ നേരത്തെ അവിടെ വെച്ചാ കണ്ടത്. പൊട്ടി അവിടെ നിന്ന് ഉറങ്ങിക്കോണം. നീ കണ്ടോ അവൾ അവിടെ ഇരിക്കുന്നേ? അതില്ല, പക്ഷെ ബാൽക്കണി വാതിൽ തുറന്നു കിടക്കുന്ന കണ്ട്. അവൾ അവിടെ കാണുമെന്നേ നിസ്സാരമായി ആന്റണി പറഞ്ഞതും ഫെലിക്സ് അവനെ പല്ല് കടിച്ചു നോക്കി. നീ വന്നേ, എവിടെയാ അവളുടെ റൂം? വീടിന്റെ സൈഡിലേക്ക് നടന്നുകൊണ്ടാണ് അവന്റെ ചോദ്യം. ദാ അവിടെ, വെളിയിലേക്ക് ലൈറ്റ് അടിക്കുന്ന ഒരു വശത്തേക്ക് ചൂണ്ടി ആന്റണി പറഞ്ഞതും ഇരുവരും അങ്ങോട്ട് നടന്നു. എങ്ങനെ ഇതിന് മുകളിൽ കയറുന്നേ? മുകളിൽ കയറാനോ? എന്തിന്? നീ പൊട്ടനാണോ അതോ പൊട്ടനായിട്ട് അഭിനയിക്കുവാണോ? ആന്റണി, നീയൊക്കെ വിചാരിക്കുന്നത് പോലെയല്ല കാര്യം. ഇത്രയും തവണ അവൾ എന്നെ വിളിക്കണമെങ്കിൽ, അതും നീ പറഞ്ഞത് കേട്ടിട്ട് എന്നെ വിളിക്കണമെങ്കിൽ, അതിനുശേഷം എന്തുണ്ടായെന്ന് എനിക്ക് ഊഹിക്കാം. അതുകൊണ്ട് സമയം കളയാതെ വാടാ. ധൃതിയിൽ പറഞ്ഞുകൊണ്ട് സൈഡിൽ കാണുന്ന മരത്തിൽ ചവിട്ടി മുകളിലേക്ക് കയറി തുടങ്ങി ഫെലിക്സ്. വളരെ മെയ്വഴക്കത്തോടെ മരത്തിൽ കയറുന്നവനെ കണ്ണുമിഴിച്ച് നോക്കിപ്പോയി ആന്റണി. ഇവൻ കുരങ്ങിന്റെ ജന്മമാണോ? മുകളിലേക്ക് നോക്കി അതും ചിന്തിച്ചു നിന്നവന്റെ തലയ്ക്ക് ബാൽക്കണിയിൽ ഇരുന്ന് ഒരു പെൻസിൽ എടുത്തെറിഞ്ഞു ഫെലിക്സ്. അമ്മേ, നിനക്കെന്താടാ പുല്ലേ? അവൾ എവിടെയാ പുല്ലേ? നീയല്ലേ പറഞ്ഞത് അവൾ ഇവിടെ ഇരുന്ന് ഉറങ്ങുവാന്ന്? എന്നിട്ട് എന്തിയാടാ കോപ്പേ? അവിടെ ഇല്ലേ? അതിന് മറുപടി പറയാതെ കയ്യും കെട്ടി അവനെ നോക്കി നിന്നതേ ഉള്ളൂ ഫെലിക്സ്. എങ്കിൽ നീ ആ കതവ് തുറക്ക്, ഞാൻ അകത്തേക്ക് വരാം. അത് പറയലും അകത്തേക്ക് ഓടിയിരുന്നു ആന്റണി. ബാൽക്കണിയിൽ നിന്ന് അകത്തേക്ക് കയറിയതും അവന്റെ നോട്ടം ആദ്യം അടഞ്ഞു കിടക്കുന്ന വാതിലിലേക്കാണ് ചെന്നത്. അതിന്റെ ലോക്ക് തുറന്നിട്ടിട്ട് അവൻ ആ റൂമെല്ലാം ഒന്ന് കണ്ണോടിച്ച് നിർത്താതെയുള്ള വെള്ളം വീഴുന്ന ശബ്ദം കേട്ടതും മനസ്സിൽ കരുതിയത് എന്തോ നടക്കാൻ പോകുന്നത് പോലെ നെട്ടിവിറച്ചുകൊണ്ട് അവൻ ബാത്റൂമിലേക്ക് ഓടി. അല്പം തുറന്നു കിടക്കുന്ന വാതിൽ തള്ളി തുറക്കുമ്പോൾ അവന്റെ പുറകിലായി ആന്റണിയും വന്നു നിന്നു. ബാത്റൂമിലെ ഡ്രസ് ഏരിയയിൽ താഴെ ബോധമില്ലാതെ കിടക്കുന്ന ആനി, അവൾക്കിപ്പുറം ഒഴിഞ്ഞു കിടക്കുന്ന കുപ്പിയും ചിതറിക്കിടക്കുന്ന ടാബ്ലറ്റ്സും. തുടരും. ഞങ്ങളുടെ തുടർന്നുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.